PCOS എന്നൊരു അസുഖം ഇനി ഇല്ല. PCOS ഈസ് ഡെഡ്. പകരം POMS, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേറിയൻ സിൻഡ്രോം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേരുമാറ്റം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പേരുമാറ്റം സ്ത്രീകൾക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ആണെന്ന് പറയുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലാൻസെറ്റിൽ ഒരു വാർത്ത വന്നു. ഈ ഒരു പേരുമാറ്റം ഇനി മുതൽ PCOS ഇല്ല, പകരം POMS ആണെന്ന്. ഇത് ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേരുമാറ്റം ആവശ്യമായി വന്നത്, അതുകൊണ്ട് എന്താണ് സ്ത്രീകൾക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജ്, ഇത് ട്രീറ്റ്മെൻറ്റിൽ എന്ത് വ്യത്യാസമാണ് കൊണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നോക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേരുമാറ്റം നിങ്ങളുടെ ചികിത്സയിലെ ഏറ്റവും നിർണായകമായ ഒരു ചേഞ്ചാണ് എന്ന് പറയുന്നത്? ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് എൻ്റെ ഒരു പഴയ പേഷ്യൻ്റിനെയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. അവരിങ്ങനെ PCOD എന്ന് പറഞ്ഞിട്ട് എന്നോട് ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെന്നോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് PCOD ആണ് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് PCOD എന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ഡോക്ടർ ഞാൻ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് 2-3 സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സ് എപ്പോഴും റെഗുലർ അല്ല, പിന്നെ ഇടയ്ക്ക് 1-2 മുഖക്കുരു വരുന്നുണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് അവരെ പുച്ഛിച്ച് വിട്ടു. ഞാൻ പറഞ്ഞത് PCOD ഒന്നുമല്ല, ക്രൈറ്റീരിയ വെച്ചിട്ട് നിങ്ങൾക്ക് മിനിമം ഒരു 20 സിസ്റ്റെങ്കിലും വേണം. ഇറഗുലർ പീരീഡ്സ് അല്ലെങ്കിൽ ചെറിയ മുഖക്കുരു വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കോമൺ ആണ്. ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കാണ് തെറ്റുപറ്റിയത്. പുതിയ ക്രൈറ്റീരിയ പ്രകാരം അവർ പറഞ്ഞതാണ് ശരി. അപ്പോൾ എന്തൊക്കെ ചേഞ്ചാണ് ഈ ഒരു പുതിയ ക്രൈറ്റീരിയയിൽ വന്ന് നമുക്ക് നോക്കാം. അത് പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം. ദി ഓവറി ട്രാപ്പ്. 1935 2 അമേരിക്കൻ ഡോക്ടേഴ്സായ സ്റ്റെയിൻ ആൻഡ് ലിവന്തൽ, ഈ 2 ഡോക്ടേഴ്സാണ് ഒരു സ്ത്രീയുടെ ഓവറിൽ സിസ്റ്റ് കാണുകയും അന്ന് മുതൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ഈ സിസ്റ്റിനെ കേന്ദ്രീകരിച്ചാണ്. പീരീഡ്സ് കറക്റ്റ് ആക്കുക, സിസ്റ്റ് കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു അന്ന് മുതൽ ട്രീറ്റ്മെൻറ്റ്. ആ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ആ ഒരു ഗൈഡ് ലൈനാണ് ഇപ്പോൾ മാറ്റിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പേരുമാറ്റം അനിവാര്യമായി വന്നത്? കാരണം നമ്മൾ ഇത്രനാൾ ചികിത്സിച്ചത് അത് ഓവറിയെ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കി, നമ്മളെ ഓവറിയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം സ്കിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കഴുത്തിലൊക്കെ കറുത്ത പാടുകളുണ്ടാവാം. ഇത് കേവലം ഒരു സ്കിന്നിൻ്റെ പ്രശ്നം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു സൈനാണ്. ഇനി ഈ PCOS ഉള്ള ആൾക്കാർക്ക് ഹാർട്ട് ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഭാവിയിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം. ഇനി അത് ബ്രെയിനെ അഫക്റ്റ് ചെയ്തിട്ട് അവർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി, ബ്രെയിൻ ഫോഗ് ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ ഓവറിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ സിസ്റ്റിനെ കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പീരീഡ്സ് കറക്റ്റാക്കാനുള്ള മരുന്ന് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ബാക്കി സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കുകയും അത് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതൊരു മൾട്ടി സിസ്റ്റം ഡിസീസ് എന്ന് പറയുന്നതും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരുന്നതും. ഇത് എന്തുകൊണ്ടാണ് ഒരു ട്രീറ്റ്മെൻറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്? കാരണം ഇനി എൻ്റെ അടുക്കൽ ഒരു പെൺകുട്ടി ഇറഗുലർ പീരീഡ്സ് അല്ലെങ്കിൽ കഴുത്തിൽ ചെറിയ പാട്, ചെറിയ മൂക്കൊരു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്കാനിങ്ങിന് ഓർഡർ ചെയ്ത് ഓവറിയിൽ സിസ്റ്റം ഉണ്ടോ എന്ന് മാത്രമല്ല നോക്കുക. കാരണം ഞാൻ നോക്കുക അവരുടെ മെറ്റബോളിസത്തെയാണ്. അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം, ഫാറ്റ് ലിവർ വരാം, അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് വരാം. അപ്പോൾ ഒരു ഹോൾ സിസ്റ്റത്തെയാണ് നോക്കുന്നതും ഹോൾ സിസ്റ്റത്തെയാണ് ട്രീറ്റ് ചെയ്യുന്നതും. അതുകൊണ്ടാണ് ഇതൊരു ട്രീറ്റ്മെൻറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. വെറും കുറച്ച് ബർത്ത് കൺട്രോൾ പിൽസ് കൊടുത്തിട്ട് പീരീഡ്സ് കറക്റ്റാക്കുക എന്നുള്ളതല്ല ഇനിയുള്ള ട്രീറ്റ്മെൻറ്റ്. പകരം നമ്മളത് ഹോൾ സിസ്റ്റത്തെ എടുത്തിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഡയറ്റ് കൺട്രോൾ, എക്സസൈസ്, ഇങ്ങനെ പല കാര്യങ്ങളും. ഇനി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ നല്ല കാര്യമാണെന്ന്. പലപ്പോഴും ഈ PCOS എന്ന് പറഞ്ഞ അസുഖം കുട്ടികളായി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ മറന്നുപോകും. അതിനുശേഷം വരുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ഫാറ്റി ലിവർ അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ്, ഇതൊക്കെ PCOSൻ്റെ ഒരു പാർട്ടാണെന്നുള്ള കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരും ഓർക്കാറില്ല. ഇവിടെയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് റെവല്യൂഷൻ വന്നത്. കാരണം കുട്ടികളായി കഴിയുമ്പോഴത്തേക്ക് നിർത്തേണ്ട ഒന്നല്ല PCOSൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതൊരു ലൈഫ് ലോങ് കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫ് ലോങ് ആയിട്ട് ഡയറ്റ്, എക്സസൈസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസൊക്കെ വേണം എന്നുള്ളൊരു ബോധം എല്ലാ സ്ത്രീകൾക്കും കൊണ്ടുവരാൻ ഈ ഒരു പേരുമാറ്റം കാരണമാകും. കാരണം ഇതൊന്നും ആരും മിണ്ടാതെ സഹിക്കേണ്ടതല്ല. നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതം സാധ്യമാണ്. ജീവിതകാലം മുഴുവൻ നല്ല ഹെൽത്തിയായി ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അവകാശം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്, എന്തുകൊണ്ടാണ് PCOS എന്ന പേര് മാറ്റി POMS ആക്കിയത്, അത് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ആയത്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൽ എന്ത് വ്യത്യാസമാണ് ഇത് കൊണ്ടുവന്നത് എന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. മാത്രമല്ല PCOS കൊണ്ട് കഷ്ടപ്പെടുന്ന ഓരോ സ്ത്രീക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ഒരു നല്ല ഹെൽത്തി ലൈഫ് അവരുടെ അവകാശമാണ്.